ഹലോ, ഇന്ന് ഞാൻ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇതാ 2 മീഡിയം സൈസിലുള്ള 2 സവാള, ഒരു 6-7 ഗാർലിക്, കുറച്ച് വലിയ ജീരകം, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, പിന്നെ ഇതാ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇനി നമ്മുടെ ബീഫിനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്താലോ. അതിനായിട്ട് ഞാനിവിടെ കൃത്യം 1 കിലോ ബീഫാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഇതാ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പിന്നെ ഇതേ പകുതിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയും വെച്ച് കൊടുത്തു. പിന്നെ പെരുംജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ചെറിയൊരു പേസ്റ്റ് ആക്കിയത് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. അതിനുശേഷം എന്താ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഇതാ അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് ഇടുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് ഇത്രയും ചേർത്ത് കഴിഞ്ഞ് ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്, ഒരു 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് മസാലയ്ക്ക് എല്ലായിടത്തേക്കും എത്തിക്കുക. എന്നിട്ട് ഇത് അങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ച് ജസ്റ്റ് കുക്കറിൽ വെച്ചിട്ട് ഒരു 6 വിസിൽ. അതിനുശേഷം നമ്മുടെ കുക്കർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു കടായി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് നമ്മുടെ ബീഫിൻ്റെ ഗ്രേവി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ബീഫും അങ്ങോട്ട് വാരിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റി കുറുക്കിയെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പം ഞാനിത് പൊറോട്ടയുടെ കൂട്ടത്തിലാണ് സെർവ് ചെയ്തത്. താങ്ക് യു.